ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPLിലെ 32ാമത്തെ മത്സരമായിരുന്നു ഇന്നലെ RRും LSGയും തമ്മിലുള്ള കളിയോടുകൂടി അവസാനിച്ചത്. ഈ ഒരു മത്സരം പൂർത്തിയായതോടുകൂടി ചില പ്രധാന സംഭവങ്ങൾ പോയിന്റ് പട്ടികയിൽ സംഭവിച്ചിട്ടുമുണ്ട്. രാജസ്ഥാൻ റോയൽസ് പോയിന്റ് പട്ടികയിൽ 2ാം സ്പോട്ടിലേക്ക് തന്നെ കയറിയിരിക്കുന്നു. ഒന്നാമത് പഞ്ചാബ് കിങ്സ് ആണെങ്കിൽ 2ാം സ്ഥാനത്തുണ്ട് ഇപ്പോൾ 10 പോയിന്റുമായി രാജസ്ഥാൻ റോയൽസ്. ഇന്നലത്തെ ഒരു മത്സരത്തിന്റെ റിവ്യൂ ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് തന്നെ പോവാം. ഫസ്റ്റ് ബാറ്റ് ചെയ്യാൻ രാജസ്ഥാൻ റോയൽസിന് LSG അയക്കുകയായിരുന്നു. 159 റൺസിന് ആറാനെ തളച്ചിടാൻ LSGക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടും 40 റൺസിന്റെ വമ്പൻ പരാജയം LSG ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തൊരു ബാറ്റിംഗ് പരിതാപകരമാണ് അവരുടെ അവസ്ഥ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ഉൾപ്പെടെ 3 താരങ്ങളാണ് LSGയുടെ ഭാഗത്തു നിന്നും ഡക്കിന് മടങ്ങിയിട്ടുള്ളതും. ഏതായാലും വളരെ ഈസി ആയിട്ട് ചേസ് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതിയൊരു ടോട്ടലാണ് ഇത്ര വലിയ പരാജയത്തിൽ LSG അവസാനിപ്പിച്ചത്. ഈ ഒരു കളി തോറ്റതോടുകൂടെ LSG പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്തേക്ക് വീണുപോയിട്ടുണ്ട്. യെസ്, നമ്മൾ തമ്പനയിൽ കൊടുത്തതുപോലെ തന്നെ 2 ടീമുകൾക്ക് പുറത്തേക്കുള്ള അലാറം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിലൊന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഈ പറയുന്ന ടീമുകൾ ഇപ്പോൾ തന്നെ പ്ലേ ഓഫിൽ കടക്കാതെ ഒഫീഷ്യലായിട്ട് പുറത്തായി കഴിഞ്ഞു എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ ഇനി അവർ പ്ലേ ഓഫിലേക്ക് എത്താൻ അല്ലെങ്കിൽ ടോപ്പ് 4ലേക്ക് എത്താൻ സാധ്യതകൾ വളരെ കുറവാണ്. അല്ലെങ്കിൽ പിന്നെ അത്രയും ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് അവർ നടത്തേണ്ടിയിരിക്കുന്നു. KKRലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ തന്നെ കളിച്ച 7 കളികളിൽ നിന്ന് 3 പോയിന്റ് മാത്രമാണ് അവർക്കുള്ളത്. ഇനി ബാക്കിയുള്ള 7 മത്സരങ്ങളിൽ 7ലും വിജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കും. അതിലൊരൊറ്റ മത്സരം പോലും പരാജയപ്പെട്ടാൽ പോലും മറ്റുള്ള ടീമുകളുടെ റിസൾട്ടിനെ ആശ്രയിക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2 കളികൾ പരാജയപ്പെട്ടാൽ പുറത്താവുന്നത് ഒഫീഷ്യലായിട്ട് തീരുമാനമാവുകയും ചെയ്യും. ഇനിയിപ്പോൾ LSGയിലേക്ക് വരികയാണെങ്കിൽ അവർക്കും കളിച്ച 7 കളികളിൽ നിന്ന് 4 പോയിന്റ് മാത്രമാണുള്ളത്. ഇനി ബാക്കിയുള്ളത് 7 മത്സരങ്ങൾ. ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളും ഇനി വിജയിക്കുകയാണെങ്കിൽ LSGക്ക് 18 പോയിന്റ് ആവുകയും ഈസിലി അവർക്ക് പ്ലേ ഓഫിലേക്ക് കടക്കാനും കഴിയും. പക്ഷെ അവരുടെ നിലവിലെ കളികളൊക്കെ കാണുമ്പോൾ ഇനി അവർ എത്ര കളികൾ വിജയിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സോ ലക്നൗ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇനി 2 കളികൾ കൂടി പരാജയപ്പെട്ടാൽ പുറത്തേക്കുള്ള വഴി ഏതാണ്ട് തെളിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ LSGക്കും പുറത്തേക്കുള്ള അലാറം KKRനെ പോലെ തന്നെ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ 2 ടീമിനും ഇനി വലിയ തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് കംബാക്ക് നടത്താൻ സാധിക്കുമോ? അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.